മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ ഹോസ്പിറ്റലിൽ വന്ന് കാണുന്ന മഞ്ജു മറഞ്ഞു നിന്ന് താൻ കേട്ട ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി കൊല്ലാനായിട്ട് കുറേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർ മഹാലക്ഷ്മിയുടെ പിന്നാലെ വന്ന് ആക്രമിക്കും എന്നുള്ള കാര്യമൊക്കെ കണ്ണനെ അറിയിക്കുമ്പോൾ കണ്ണന് മഹാലക്ഷ്മി ആകെ അങ്ങ് പേടിയാവുന്നുണ്ട്. ഇതിനെ തുടർന്ന് മാർക്കോയുടെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കണ്ണ ഇതുപോലെ മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിലാണ്, എപ്പോൾ വേണമെങ്കിലും ഗുണ്ടകൾ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പ്രകാരം നമ്മുടെ മാർക്കോ നന്നായിട്ട് തന്നെ മഹാലക്ഷ്മിയെ നിരീക്ഷിക്കുന്നുണ്ട്. മഹി പോലും അറിയാതെ ഒരു സംരക്ഷണ കവചം തന്നെ തീർക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ. അങ്ങനെ വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്നും കമ്പനിയിലേക്ക് പോകുന്ന മഹാലക്ഷ്മിയെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു. തക്ക സമയം തന്നെ നമ്മുടെ മാർക്കോ വന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നുണ്ട്. മാർക്കോയെ കണ്ടതും അവർ ആകെ ഷോക്കാവുന്നു. കാരണം മേഘനാഥൻ 2 ഫോട്ടോസാണ് ഇവരെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് മഹാലക്ഷ്മിയുടെയും രണ്ടാമത്തേത് മാർക്കോയുടെയും. ഒറ്റവെടിക്ക് 2 പക്ഷി. മേഘനാഥൻ കാണിച്ച 2 ആൾക്കാരും തങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. 2 പേരെ ഇപ്പം തന്നെ അങ്ങ് തീർത്തേക്കാം എന്നുള്ള രൂപത്തിൽ മാർക്കോയെ ആക്രമിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും മാർക്കോയുടെ കൈക്കരുത്തിന് മുമ്പിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കോ. ഗുണ്ടകളെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് മാർക്കോ തിരക്കി അറിയുന്നുണ്ട് ആരാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്ത് മഹിയുടെ മുമ്പിലേക്ക് കൊലയാളികളായിട്ട് ഇങ്ങോട്ട് വിട്ടതെന്നുള്ള. മേഘൻ്റെ തല്ല് ഭയന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. ഇതുപോലെ മേഘനാണ് തങ്ങളെ മഹാലക്ഷ്മിയും മാർക്കോയെയും കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്ന് ഇങ്ങോട്ടേക്ക് വിട്ടത്. അതേ തുടർന്ന് മാർക്കോ ഈ ഗുണ്ടകളെ കൊണ്ട് മേഘൻ്റെ അടുത്തേക്ക് പോയി മേഘന് കണക്കിന് കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കണ്ണൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇത്തവണയും തൻ്റെ മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ദേവദൂതനെ പോലെ തങ്ങൾക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ മാർക്കോ തന്നെയാണെന്ന്. അതേസമയം മാർക്കോയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണൻ്റെ മുമ്പിലേക്ക് മാർക്കോ വരുന്നുണ്ട്. സ്വത്തിനു വേണ്ടിയിട്ട് ശത്രുക്കളെല്ലാം ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്, അതുകൊണ്ടാണ് മാർക്കോയോട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മഹാലക്ഷ്മിക്ക് ഒരു സംരക്ഷകനായി കൂടെ കാണണമെന്ന് പറഞ്ഞത്. എന്തായാലും താൻ എൻ്റെ മഹിയുടെ ജീവൻ രക്ഷിച്ചു. എങ്ങനെ തന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല. സാറിനെ പോലെയുള്ള നല്ലവരായ മനുഷ്യരെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ നന്ദിയുടെ ഒരു ആവശ്യവുമില്ല എന്നൊക്കെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിലും അവൻ തന്നെയായിരിക്കും ആ മേഘനാഥൻ. സാറിൻ്റെ ഊഹം തെറ്റിയിട്ടില്ല. ആ മേഘനാഥൻ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്ത് അവന്മാരെ മഹാലക്ഷ്മിയുടെ മുമ്പിലേക്ക് കൊല്ലാനായി അയച്ചത് എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. സാർ അന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ മഹാലക്ഷ്മിയുടെയും സാറിൻ്റെയും ജീവൻ അപകടത്തിലാണ്, എന്നേക്കാൾ ഉപരി മഹിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന്. അതുകൊണ്ട് തന്നെ മഹി പോലും അറിയാതെ ഞാൻ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മേഘനെയും ഞാനൊന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള കൊനഷ്ടുകളൊക്കെ ചെയ്യണമെങ്കിൽ അവനെയും കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവനാണ് ഇത്തവണയും കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ പറഞ്ഞു വിട്ടതെന്ന്. അതെല്ലാം കേട്ട് കണ്ണൻ പറയുന്നുണ്ട് ദൈവമായിട്ടാണ് തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് അയച്ചത്. അതൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോയുടെ ഇടി ഒന്ന് കണ്ണേട്ടം കാണേണ്ടതായിരുന്നു. സിനിമ സ്റ്റൈലിനുള്ള അടിയായിരുന്നു. അവന്മാരിനി എണീറ്റ് നൂന്നു നിൽക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും ഗുണ്ടകളെ മാർക്കോയ്ക്ക് ഒറ്റയ്ക്ക് നേരിടാനാകുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മാർക്കോ നിസ്സാരം പോലെ അവരെ തല്ലി ശരിയാക്കി. അന്യായം എവിടെ കണ്ടാലും അവിടെ ചോദ്യം ചെയ്യുക എന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി. നല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയാൻ പോലും ഞാൻ മടിക്കില്ല എന്നൊക്കെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും. എന്തായാലും മാർക്കോ ഇത് എത്രാമത്തെ തവണയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതെന്നൊക്കെ മഹാലക്ഷ്മി സന്തോഷപൂർവ്വം പറയുന്നുണ്ട്. മാത്രമല്ല മാർക്കോയോട് മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. ഇത്തവണത്തെ ചികിത്സയിലൂടെ കണ്ണേട്ടൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി. ഇത് മറ്റാരുടെയും പറഞ്ഞിട്ടില്ല, അനന്തുവിനോടും മാർക്കോയോടും മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അധികം വൈകാതെ തന്നെ ഇനി സാറിന് എണീറ്റ് നടക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് സാറിനെ പോലെയും മഹാലക്ഷ്മി മേഡത്തെ പോലെയും ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയാം ദൈവം നിങ്ങളുടെ കൂടെ തന്നെ കാണും. ആരൊക്കെ നിങ്ങളെ തകർക്കാൻ നോക്കിയാലും അവരുടെ മുമ്പിൽ നിന്നും നിസ്സാരമായി തന്നെ നിങ്ങൾ ഉയർത്തെണീക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. സാറിൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചല്ലേ നിങ്ങളെ തങ്ങളിൽ അകറ്റാനും ഇല്ലായ്ക ചെയ്യാനായിട്ട് നടക്കുന്ന ആ മേഘന് അധികം താമസിക്കാതെ തന്നെ നല്ലൊരു പണി വരുന്നുണ്ട്. അതോടെ അവൻ്റെ എല്ലാ അഹങ്കാരവും തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്താണെന്നൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല, അത് സാറിന് വഴിയെ മനസ്സിലാകും. എന്തായാലും കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉണ്ണിക്കും അമ്മാവനും മുകളിലേക്ക് ആളിനെ നിയമിച്ചതിൻ്റെ ആ ഒരു പ്രതികാരം തീർക്കുന്നതാണ്
എന്നെ ഇയാളെ തീർത്തു കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും തങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും എൻ്റെ മരണശേഷം സ്വത്തുക്കൾ അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അനന്തുവിനോട് ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിച്ച് ചെയ്യുന്നുണ്ട്. അതിന് താനൊരെതിരും പറയാതിരുന്നാൽ മതി എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഈ മാസത്തെ ചികിത്സ അവസാനിച്ച് അവർ വീണ്ടും തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട് ഞെട്ടലും കലിയും അടക്കാനാകാതെ നിൽക്കുന്ന കരുണയെ കാണിക്കുന്നു. മാത്രമല്ല ദുർഗാമ്മയും ഉണ്ണിയും. സ്നേഹമില്ലെങ്കിൽ പോലും സ്നേഹം നടിക്കുന്നുണ്ട് ദുർഗാമ്മ. ഇത്തവണത്തെ ചികിത്സയിലും വല്ല മാറ്റം ഉണ്ടായോ മോനെ എന്നൊക്കെ ദുർഗാമ്മ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്. അതേസമയം കണ്ണന് കലി അടക്കാനാകാതെ അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം തൻ്റെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയത് ദുർഗാമ്മയുടെയും ഉണ്ണിയുടെയും കരുണയുടെയും അറിവോട് തന്നെയാണെന്നുള്ള കാര്യം കണ്ണൻ അറിയാം. കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പോയ എന്നെ കൊല്ലാനായിട്ട് ശക്തി എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ മേഘനും നിങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഇത്തവണ എൻ്റെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു വിട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ആർക്കും ഒരു സംശയം ചോദിക്കാനില്ലേ? മോനെ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഇത് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഇവൾ ചുമ്മാ ഉണ്ടാക്കുന്ന കള്ളക്കഥയായിരിക്കും. അന്ന് കരുണമോളുടെ വീട്ടിൽ വെച്ച് കുറേ ഗുണ്ടകൾ ഇവളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോഴും കുറേ ഗുണ്ടകൾ ഇവളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. നമ്മളാരും കാണുന്നില്ലല്ലോ ഇങ്ങനെ ഗുണ്ടകളെ. ഇവൾ ചുമ്മാ ഉണ്ടാക്കി പറയുന്ന കള്ളക്കഥയും കണ്ടാ ഇത്. അതൊന്നും കേട്ട് നീ വിശ്വസിക്കരുത് എന്നൊക്കെ ദുർഗാമ്മ പറയുന്ന അതേ സമയത്ത് എൻ്റെ മഹാലക്ഷ്മിയാണോ കള്ളം പറയുന്നത്, നിങ്ങളാണോ എൻ്റെ മുമ്പിൽ നാടകം കളിക്കുന്നതെന്നുള്ള എല്ലാ കാര്യവും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ മരുന്നിൽ പോലും മായം കലർത്തി എന്നെ ഇങ്ങനെ വീൽചെയറിൽ തന്നെ തളച്ചിടാനാ നിങ്ങൾ നോക്കിയേ. നിങ്ങളുടെ സ്നേഹം എത്രമാത്രം വിശ്വസിക്കാന്നുള്ളത് അന്നേ എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട എൻ്റെ മുന്നിൽ. മഞ്ജു പറഞ്ഞതുപോലെ ഇവൾ ആരുടെയോ പിന്നാലെ പോയിട്ട് ചുമ്മാ ഗുണ്ടകളുടെ പേരിലിട്ട് പറയുക എന്നൊക്കെ കരുണ പറയുന്നത് കേട്ടിട്ട് കണ്ണൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. നിർത്തിക്കോണം, മേലി ഇതേണക്കത്തെ വർത്താനം ഇവിടെ പറഞ്ഞു പോകരുത് എൻ്റെ മഹാലക്ഷ്മിയെക്കുറിച്ച്. നിങ്ങൾക്ക് എന്ത് അപവാദവും പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളൊന്നുമല്ല എൻ്റെ മഹാലക്ഷ്മി. അവൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ ഞാനുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കരുണയുടെ വായടച്ചു പോകുന്നു. മാത്രമല്ല ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും പേടിയാകുന്നുണ്ട്. കണ്ണൻ ആകെ കലിപ്പിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതിനെ തുടർന്ന് ഇനി കണ്ണൻ എന്തൊക്കെ തീരുമാനം എടുക്കുന്നുള്ള കാര്യം വരും എപ്പിസോഡ് കണ്ടെങ്കിലേ അറിയാൻ പറ്റൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.